ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഴ്സ്, 3 ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് സോഴ്സ് ആൻഡ് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് രീതിക്ക് എനർജി എടുത്തിട്ടാണെങ്കിലും എന്ത് രീതിക്ക് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ബുദ്ധിപൂർവ്വം തന്നെ ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തിരികെ വരണമെന്നും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും വൈകാരികപരമായ ഒരു ജീവിതത്തിന് ബുദ്ധിപൂർവ്വം ഒരു പുതിയ തുടക്കം കുറിക്കണമെന്നുമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ എത്രമാത്രമാണ് ഇഷ്ടം എന്നുള്ളതിന്റെ ഒരു തീവ്രത നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അവർ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ പൂർണ്ണമായിട്ടും മനസ്സോടുകൂടി അല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒട്ടും തന്നെ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ്. നിങ്ങളുടെ മെമ്മറീസ് എല്ലാം തന്നെ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തീരുമാനം എടുത്തിട്ട് ബുദ്ധിപൂർവമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന് വൈകാരികപരമായ ഒരു ജീവിതം നിങ്ങളുമായിട്ട് ആരംഭിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മാനസികപരമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു.